ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദേവാദിദേവൻ വിരാജാധിരാജൻ ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നു. മണ്ണിലും വിണ്ണിലും ആരാധ്യനാം നീ ഉന്നത നന്ദനൻ നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം
ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ദേവാധിദേവൻ നീ രാജാധിരാജൻ. ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നു. മണ്ണിലും വിണ്ണിലും ആരാധ്യനാം നീ. ഉന്നത നന്ദനൻ നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായ യേശുവിൻ്റെ സാക്ഷിയാകുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ ഭാഗ്യ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തം ആ കുരിശിൽ അവനായി യാഗമായി തീർന്ന ആ ഒരു കാര്യമാണ് ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? എന്തായിരുന്നു ആ ക്രൂശീകരണത്തിൻ്റെ ലക്ഷ്യം? എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്ക് അല്പസമയം ചിന്തിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്ന കാര്യമാണ്. കർത്താവിന് സ്തോത്രം. പാട്ടുകാരൻ ഇപ്രകാരം പാടി: പാപക്കടം തീർക്കുവാൻ യേശുവിൻ്റെ രക്തം മാത്രം, പാപബന്ധമഴിപ്പാൻ യേശുവിൻ്റെ രക്തം മാത്രം. ഹാ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിൻ തിരുരക്തം മാത്രം. ഹാ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിൻ തിരുരക്തം മാത്രം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം: ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തുന്നു. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തുവാൻ വേണ്ടിയാണ്. ആരെല്ലാം ഏതവസ്ഥയിലായിരുന്നാലും യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ പാദപീഠത്തിലേക്ക് തന്നെ സമർപ്പിക്കുന്നവർക്ക് അവൻ പാപപരിഹാരം നൽകുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വീണ്ടും അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ അവൻ ഏക മധ്യസ്ഥനായി തീർന്നു. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലെ ഏക മധ്യസ്ഥൻ. വീണ്ടും അവൻ ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ തികഞ്ഞവനായി തീർന്ന് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു മഹാപുരോഹിതനായി തീർന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വീണ്ടും അവൻ ചെയ്തത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് തൻ്റെ ആ വിലയേറിയ രക്തം കൊണ്ട് വിശ്വസിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി. വീണ്ടും തൻ്റെ ഏകജാതനായ പുത്രന് വേണ്ടി ഒരു മണവാട്ടിയെ തിരയുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് ഒരു മണവാട്ടി വേണം. ആ മണവാട്ടിയെ തിരയുവാനും കൂടിയാണ് യേശുക്രിസ്തു ക്രൂശിതനായി തീർന്നത്. ആ ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തവും അവനേറ്റ ആ കഷ്ടതയുമാണ് അവനെ അതിന് യോഗ്യനാക്കി തീർത്തത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവിന് മഹത്വം. നമുക്ക് ഓരോന്നായി ചിന്തിക്കാം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു:
നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചവന് എന്നേക്കും ബലവും മഹത്വവും ആമേൻ. അവൻ ചെയ്തത് എന്തൊക്കെയാണ്? അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ രക്തത്താൽ നമ്മെ വിടുവിച്ചു. എന്തിനു വേണ്ടി? പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെക്കേണ്ടതിന്. നാം പാപികളായിരുന്നപ്പോൾ, ക്രൂശിൻ്റെ ശത്രുക്കളായി നടന്നപ്പോൾ, ഈ ലോകത്തിൻ്റെ അധിപതിയായ പിശാചിന് ഹൃദയം മുഴുവൻ കൊടുത്ത് അവൻ്റെ ഇഷ്ടപ്രകാരം പിശാചിൻ്റെ ഇഷ്ടത്തിന് താളം തുള്ളി നടന്ന കാലത്ത് നമ്മെ ദൈവത്തിന് വേണ്ടി നേടുവാൻ, നമ്മെ പരിശുദ്ധരാക്കി തീർക്കുവാൻ യേശു ക്രിസ്തു ശത്രുക്കളായിരുന്ന നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായി. കാരണം നമ്മുടെ എല്ലാം രക്തം പാപം നിറഞ്ഞ രക്തമാണ്. പാപം നിറഞ്ഞ രക്തത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ ഒരു പരിശുദ്ധ രക്തം ചൊരിയപ്പെടണം. പരിശുദ്ധമായ രക്തം, വിലയേറിയ രക്തം, അത് യേശുക്രിസ്തുവിൻ്റേത് മാത്രമാണ്. ആ യേശുക്രിസ്തുവിൻ്റെ രക്തം ചൊരിയപ്പെട്ടതുകൊണ്ടാണ്, അവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് നമ്മുടെ പാപം പരിഹരിക്കപ്പെട്ടത്. 1 യോഹന്നാൻ 1:7 നാം വായിക്കുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിന് ശുദ്ധീകരിക്കാൻ കഴിയാത്തതായി ഒരു പാപവുമില്ല. സകല പാപവും അവൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതാണ്. അങ്ങനെയെങ്കിൽ ഏതൊരു വ്യക്തിയും ഏതെല്ലാം പാപങ്ങൾ ജീവിതത്തിൽ വന്നതാണ് എങ്കിലും, എത്ര മ്ലേച്ഛകരമായ അവസ്ഥയിൽ ജീവിച്ചതാണ് എങ്കിലും, അന്ന് വരെയും ഈ യേശുക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുന്ന ആ നിമിഷം വരെയും ഏതെല്ലാം അവസ്ഥയിൽ ആയിരുന്ന വ്യക്തിയാണ് എങ്കിലും, യേശുക്രിസ്തു പാപിയെ സ്നേഹിക്കുന്നവനാണ്. അവൻ പാപിയെ സ്നേഹിച്ച് അവന് വേണ്ടിയാണ് മരിച്ചത്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു എനിക്ക് വേണ്ടിയും കൂടിയാണ് മരിച്ചത്. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ചെയ്തു കൂട്ടിയതും ഞാൻ പറഞ്ഞതും പ്രവർത്തിച്ചതും മറ്റുള്ളവരെക്കുറിച്ച് ഞാൻ ദുഷിച്ചതും പരിഹസിച്ചതും നിന്ദിച്ചതും, എനിക്ക് തന്നിട്ടുള്ളവരെ സ്നേഹിക്കാതെ ഞാനൊരു കലഹക്കാരിയായി നിന്നതും, ജീവിതത്തിൽ വന്ന സകല മ്ലേച്ഛതകളും സകല പാപങ്ങളും അന്ധകാരത്തിൻ്റെ വ്യാപാരങ്ങളും എല്ലാം യേശുക്രിസ്തുവിൻ്റെ രക്തം കഴുകിത്തരുന്നതാണ്. ഒന്ന്, അവൻ്റെ രക്തം പാപപരിഹാരം തരുന്ന രക്തം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. രണ്ടാമത്, അത് വീണ്ടെടുക്കുന്ന രക്തമാണ്, വിലയേറിയ രക്തമാണ്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. 1 പത്രോസ് 1:18-19 വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം, നമ്മുടെ നടപ്പ് എങ്ങനെയായിരുന്നു? നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയായിരുന്നു? നാം ആരെയാണ് കണ്ടിരുന്നത്? നാം ആരോടാണ് പ്രാർത്ഥിച്ചിരുന്നത്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിലുള്ള ഒരു ആഗ്രഹം ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കണം, ഒരു സ്വസ്ഥതയോടെ ജീവിക്കണം, ഒന്നിനും മുട്ടില്ലാതെ ജീവിക്കണം, മക്കൾ ഐശ്വര്യം പ്രാപിക്കണം, കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും ആശ്വാസവും ഉണ്ടായിരിക്കണം, ഭാവി സെക്യൂർ ആകണം. എന്നാൽ ഇതിനു വേണ്ടി എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ ലോകത്ത് രോഗങ്ങളില്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ ഒന്നങ്ങ് ജീവിക്കണം. എന്നാൽ ഈ ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന് ചിന്തിക്കാൻ പോലും തുനിയാതെ ഈ ലോകത്തെ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും അസമാധാനത്തെയും രോഗത്തെയും പ്രതി വലഞ്ഞ് നോക്കേണ്ടവനിലേക്ക് നോക്കാതെ കാണേണ്ടവനെ കാണാതെ ജീവൻ നൽകാത്തതും വ്യർത്ഥമായതും ആയ ആ പാരമ്പര്യത്തിന് പിന്നാലെ നടക്കുന്നവർ, അവർക്ക് ആത്മീയമായ ഒരു ജീവിതമുണ്ട്, ആരാധനകളുണ്ട്, വഴിപാടുകളുണ്ട്, നേർച്ചകളുണ്ട്, തീർത്ഥയാത്രകളുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടി ചെയ്യുന്നു? ഈ ഭൂമിയിൽ ഒരു സമാധാനം കിട്ടണം, രോഗത്തിനൊരു സൗഖ്യം കിട്ടണം, മക്കൾ നന്നായി വരണം, ഭാവി ഒന്ന് സുരക്ഷിതമാകണം. ഇത്രയേ ഉള്ളൂ. എന്നാൽ ഇതെല്ലാം ചെയ്തിട്ടും സമാധാനം കിട്ടുന്നുണ്ടോ? ഒരിക്കലും കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഹൃദയത്തിൽ വസിക്കുന്നത് ഈ ലോകത്തിൻ്റെ ദൈവമാണ്. സത്യദൈവത്തെ, ജീവൻ നൽകുന്ന ദൈവത്തിങ്കിലേക്ക് തിരിയാൻ മനുഷ്യനെ ഇടം കൊടുക്കാതെ ദുഷ്ടനായ പിശാച് വ്യർത്ഥമായതിലേക്ക് അവരുടെ ഹൃദയത്തെ തിരിച്ചു കളയുന്നു. അവർ പാരമ്പര്യത്തിന് പിന്നാലെ, വഴിപാടുകൾക്കും നേർച്ചകൾക്കും പിന്നാലെ അലഞ്ഞു ഉലഞ്ഞു വലഞ്ഞു നടക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനും ഒരു കാലത്ത് അങ്ങനെ നടന്നതാണ്. ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി, ഒരാശ്വാസത്തിന് വേണ്ടി, കുടുംബത്തിലൊരു സമാധാനം കിട്ടുന്നതിന് വേണ്ടി ഞാനും ഏറെ നേർച്ചകളും വഴിപാടുകളും കഴിച്ച് നടന്നതാണ്. ആ സമയത്തൊക്കെയും എൻ്റെ ഹൃദയത്തിൽ കയ്പുണ്ട്, വിദ്വേഷമുണ്ട്, മറ്റുള്ളവരോടുള്ള പകയുണ്ട്, ഈർഷ്യയുണ്ട്, മുഷിച്ചിലുണ്ട്, വെറുപ്പുണ്ട്.
ഇതൊന്നും തെറ്റാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ ചിന്തിച്ചിരുന്ന മറ്റുള്ളവർ നിമിത്തമാണ് എൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ വന്നിരിക്കുന്നത്. എൻ്റെ കുറവുകളിലേക്കോ എൻ്റെ തെറ്റുകളിലേക്കോ നോക്കാൻ ഒരിക്കലും ഞാൻ തുനിയിരുന്നില്ല. ഞാൻ തികഞ്ഞവളാണ് എന്ന ചിന്തയോടുകൂടി തന്നെ ഞാൻ ജീവിച്ചു. സഭയിലെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ സത്യദൈവത്തെ, ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമായ ആ യേശുക്രിസ്തുവിനെ തിരിച്ചറിയാതവണ്ണം ദുഷ്ടനായ പിശാച് എൻ്റെ ഹൃദയത്തെ നിർജീവമാക്കി കളഞ്ഞു. എൻ്റെ കണ്ണുകളെ കുരുടാക്കി കളഞ്ഞു. ഞാൻ അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക്, നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് വഴുതി വഴുതി വീണുകൊണ്ടിരുന്നു. എൻ്റെ ഹൃദയത്തിൽ ഒരു സ്വസ്ഥതയില്ലാതായി. ഈ സമയത്തെല്ലാം ഞാൻ ഈ പാരമ്പര്യങ്ങളുടെ പിന്നാലെ, ഈ വ്യർത്ഥമായ കാര്യങ്ങളുടെ പിന്നാലെ, നേർച്ചകളുടെയും വഴിപാടുകളുടെയും പിന്നാലെ നടക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒരു ഇറ്റു സ്വസ്ഥത പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ കൃപയാൽ കർത്താവായ യേശുക്രിസ്തു കുരിശിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഈ ജീവൻ്റെ വചനത്തിലേക്ക് അവൻ എന്നെയും കൂട്ടിക്കൊണ്ടുവന്നു. എൻ്റെ ഹൃദയത്തെ കർത്താവ് തുറന്നു തന്നു. മലിനമായി പോയ ഹൃദയത്തെ. ഞാൻ കേട്ട വചനം, മകളെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്ന ആ വചനത്തിങ്കൽ ഈ മ്ലേച്ഛവും നികൃഷ്ടവും നീചവും വെറുപ്പും വിദ്വേഷവും മറ്റുള്ളവരോടുള്ള കയ്പും മറ്റുള്ളവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ഞാനെന്ന ഭാവത്തിൽ അഹങ്കാരത്തിൽ നിറഞ്ഞ് ജീവിച്ച എൻ്റെ ഹൃദയം ആ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പരിശുദ്ധാത്മാവാൻ ദൈവം എനിക്കൊരു കൃപ ചെയ്തു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് സമാധാനത്തോടെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഹൃദയവും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ആത്മശരീരിക മനസ്സുകൾ കഴുകപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ആ വിലയേറിയ രക്തം എൻ്റെ സകല പാപങ്ങളും പോക്കി എന്നെ ശുദ്ധീകരിച്ചു. തൻ്റെ പരിശുദ്ധ രക്തത്താൽ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി തന്നുവെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാനൊരു ഭാഗ്യവതിയാണ്. കാരണം യേശുക്രിസ്തുവിനെ ചുമക്കുന്ന ഒരു കഴുതയായിരിക്കാൻ കർത്താവ് എനിക്ക് വലിയ ഭാഗ്യം തന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ വിലയേറിയ രക്തം വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് എന്നെയും വീണ്ടെടുത്തു. ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ, കർത്താവേ എനിക്കും ആ വീണ്ടെടുപ്പ് അനുഭവിക്കാൻ ഒരു ഭാഗ്യം തരാമോ? എൻ്റെ ഹൃദയവും നല്ലതല്ല, ഇതിൽ നന്മയൊന്നും വന്നിട്ടില്ല. ആത്മാവിൻ്റെ ഫലങ്ങളോ സ്നേഹമോ സന്തോഷമോ സമാധാനമോ ഒന്നും എൻ്റെ ഹൃദയത്തിൽ വന്നിട്ടില്ല. എനിക്ക് ആരെയും സ്നേഹിക്കാൻ അറിയില്ല, കരുതാൻ അറിയില്ല. ഞാൻ മുഴുവൻ പരാജയമാണ്. കർത്താവേ എന്നോടൊന്ന് കരുണ തോന്നണമേ. ആ വിലയേറിയ രക്തം കൊണ്ട് എൻ്റെ ആത്മശരീര മനസ്സുകളെ ഒന്ന് കഴുകാമോ കർത്താവേ എന്ന് ആരെല്ലാം ഏതെല്ലാം അവസ്ഥയിലിരുന്നാണെങ്കിലും കർത്താവേ നീ എന്നെ ഒന്ന് നോക്കണമേ. നീ കുരിശിൽ ചൊരിഞ്ഞ ആ രക്തം എൻ്റെ സകല പാപങ്ങളും കഴുകാനാണല്ലോ. ആ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ യേശുവിൻ്റെ സ്നേഹം ഒരു നാൾ എൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന ആ സ്നേഹം ആ ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും അടുക്കലേക്ക് ഒഴുകിയെത്തുന്നതാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. രക്താംബരം പോലെ കടും ചുവപ്പായിരിക്കുന്നവനെ പഞ്ഞി പോലെ ആക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹിമം പോലെ വെളുപ്പിക്കുന്ന ആ രക്തം, സ്ഥിതി മാറ്റുന്ന ആ രക്തം, അത് വീണ്ടെടുക്കുന്ന രക്തമാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം വായിക്കുന്നു 1 തീമോഥെയോസിൻ്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, അനേക മധ്യസ്ഥന്മാരാൽ നിറയപ്പെട്ട ഒരു ലോകമാണിത്. മധ്യസ്ഥന്മാരുടെ പിന്നാലെ പോകുന്ന ഒരു സമയമാണ്. അതും എന്തിനു വേണ്ടി? ഒരല്പം സ്വസ്ഥതയ്ക്ക്, സമാധാനത്തിന്. ജീവിതം കലുഷിതമായി കലങ്ങിപ്പോകുന്ന അവസ്ഥയിൽ അനേക മധ്യസ്ഥന്മാരിലേക്ക് ഈ ലോകപ്രകാരം മനുഷ്യർ പാഞ്ഞു നടക്കുന്നു. എന്നാൽ കാണേണ്ടവനെ കാണാൻ കഴിയുന്നില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം എഴുതി വച്ചിരിക്കുന്നു, ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വള്ളിയും പുള്ളിയും മാറാത്ത ഈ വചനം, ഒരിക്കലും നീങ്ങിപ്പോകാത്ത ഈ വചനം പറയുന്നു, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ മാത്രമാണ് എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആരാണത്? എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യനെ കുറ്റം വിധിക്കാനല്ല, അവനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ആ രക്ഷകനായി യേശുക്രിസ്തു ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. അവൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ എങ്ങനെ പാപം കൂടാതെ ജീവിക്കാൻ കഴിയുമെന്ന് കാണിച്ചു തന്നുകൊണ്ട് 3.5 വർഷക്കാലം ജീവിച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ ഓരോരുത്തരെയും മനുഷ്യകുലത്തിൻ്റെ പാപം മുഴുവനും തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ആ ഗത്സമനയിൽ
അവൻ്റെ ഓരോ സിരകളിലൂടെയും ആ രക്തം ആ വലിയ തുള്ളിച്ചോരയായി ഒഴുകിയത് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ തൻ്റെ ശരീരത്തിൽ വഹിച്ചപ്പോഴാണ്. പരിശുദ്ധനായവന് പാപത്തോട് അടുക്കാൻ കഴിയാത്തവൻ മുഴുവൻ പാപമായി തീർന്ന ആ സമയം, ആ പാപമായി തീർന്ന യേശു നാം ചെയ്ത ഓരോ പാപങ്ങൾക്കും വേണ്ടി അടിപ്പിണരുകളേറ്റു. അവൻ ഏറെ കഷ്ടത സഹിച്ചു, തുപ്പലേറ്റു, രോമം എല്ലാം പിഴുതെടുക്കപ്പെട്ട രീതിയിൽ ആയി. പീലാത്തോസിൻ്റെ മുമ്പിൽ മിണ്ടാതെ നിന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്തിനു വേണ്ടിയാണ് അവൻ പീലാത്തോസിൻ്റെ മുമ്പിൽ അനേകം കുറ്റങ്ങൾ ചാർത്തപ്പെട്ടപ്പോൾ മിണ്ടാതെ നിന്നത്? ഒരിക്കൽ ദൈവസന്നിധിയിൽ നാം നിൽക്കേണ്ടുന്ന ദിവസം നാം അന്ന് ലജ്ജിതരായി പോകാതിരിപ്പാൻ യേശുക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ ഭൂമിയിൽ ലജ്ജിതനായി തീർന്നു. മുൾക്കിരീടം ചൂടിയവനായി അവൻ കുരിശിന്മേൽ കയറിയപ്പോൾ തൻ്റെ ശരീരത്തിൽ നമ്മുടെ സകല പാപങ്ങളും വഹിച്ചുകൊണ്ടാണ് അവൻ കയറിയത്. നമ്മുടെ വാക്കിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ മനോഭാവങ്ങളിൽ, നമ്മുടെ സ്വപ്നങ്ങളിൽ വ്യാപരിച്ച അശുദ്ധി, ലോകസ്നേഹം, ദ്രവ്യാഗ്രഹം, മനുഷ്യമാനം കൊതിക്കുന്ന പ്രകൃതം, മറ്റുള്ളവരുടെ മുമ്പിൽ തിളങ്ങണം വിളങ്ങണം എന്നുള്ള ആഗ്രഹം, എൻ്റെ വാക്ക് അവസാന വാക്കായിരിക്കണമെന്നുള്ള ആ ശാഠ്യം, വാശി, പിശാചിൻ്റെ അടിമത്തത്തിൽപ്പെട്ട് ചെയ്തു കൂട്ടാൻ കഴിയുമോ? അതിനെല്ലാം പരിഹാരം യേശുക്രിസ്തു ക്രൂശിന്മേൽ തികച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ ഏക മധ്യസ്ഥനായി, ദൈവത്തിനും മനുഷ്യർക്കുമിടയിലെ മധ്യസ്ഥനായി, ദൈവത്തോട് മനുഷ്യനെ നിരപ്പിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു. അവൻ പാപത്തെ പരിഹരിച്ചു. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് തൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. നമുക്ക് വേണ്ടി ഏക മധ്യസ്ഥനായി ദൈവത്തിന് മുമ്പാകെ നിൽക്കുന്നു. വീണ്ടും കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നത് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി തീരേണ്ടതിനാണ്. നമുക്ക് വായിക്കാം എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലാൻ ഒരു നന്മയുമില്ല, ഒരു നന്മയും പറയാനില്ല, മുഴുവൻ പാപമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരു ഓടയിൽ വീണ ഒരു വ്യക്തി, ആ നാളുകളായി ചീഞ്ഞളിഞ്ഞ വെള്ളം ആ അടുക്കളയിലെയോ മറ്റോ വേസ്റ്റുകളെല്ലാം ഒഴുകിപ്പോകുന്ന ഒരു ഓടയിലേക്ക് ഒരു വ്യക്തി വീണു എന്നിരിക്കുക. ആ വ്യക്തിയെ ആ ഓടയിൽ നിന്ന് വലിച്ചു പൊക്കി കഴിയുമ്പോൾ ആർക്കെങ്കിലും അവിടെ ഒന്ന് മൂക്ക് പൊത്താതെ നിൽക്കാൻ കഴിയുമോ? അവൻ്റെ തലമുടി മുതൽ പെരുവിരൽ വരെ ആ മലിനതകൾ മുഴുവൻ പൊതിഞ്ഞു നിൽക്കുന്ന അവസ്ഥ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും മനസാക്ഷിയിലും സകല മലിനതകളാലും നിറയപ്പെട്ടിരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കും കടന്നു ചെല്ലാവുന്ന ഒരു കൃപാസനം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ ലോകപ്രകാരം ചിന്തിച്ചാൽ നമുക്കറിയാം, ഈ ലോകത്ത് ഒരു ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ ഒരു മന്ത്രിയെയോ ഒരു കളക്ടറെയോ ഒക്കെ ഒന്ന് കാണണമെങ്കിൽ അതിനൊത്തിരി പ്രോട്ടോക്കോളുണ്ട്. നമുക്ക് ഒരു സാധാരണക്കാരന് നേരെ ചെന്ന് ആ വ്യക്തിയെ കാണാൻ കഴിയില്ല. അനേകരുടെ പെർമിഷൻ മേടിക്കേണ്ടി വരും. എന്നാൽ ഏത് അവസ്ഥയിലുള്ള ഒരാൾക്കും ഒന്ന് ഓർത്തു നോക്കി, ഇതുപോലെ ഒരു ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഒരാൾക്ക് ഒരു മന്ത്രിയുടെ ഓഫീസിലേക്ക് ഡയറക്റ്റ് കടന്നു ചെല്ലാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലും കഴിയില്ല. എന്നാൽ എത്ര മലിനതയുള്ളവനാണെങ്കിലും ഏത് സമയത്തും കടന്നു ചെല്ലാവുന്ന ഒരു കൃപാസനമുണ്ട്. അതാണ് യേശുക്രിസ്തുവിൻ്റെ തുളയ്ക്കപ്പെട്ട പാദപീഠം. അവിടെ ഏത് സമയത്തും ഏതവസ്ഥയിലും ആർക്കും കടന്നു ചെല്ലാം. അതിന് ധൈര്യം നൽകുന്നതാണ് ഈ വചനം. എന്തിനു വേണ്ടിയാണ് കടന്നു ചെല്ലുന്നത്? കരുണ ലഭിക്കാൻ. എന്താണ് കരുണ? നമുക്ക് അർഹതയില്ലാത്തത്, നമുക്ക് യോഗ്യതയില്ലാത്തത് നമുക്ക് ലഭിക്കുന്നതാണ് കരുണ. അതാണ് കൃപ. അതാണ് യേശുക്രിസ്തു കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ ഓരോ വ്യക്തിക്കും തന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരു പാപമോചനത്തിനോ ഒരു ശുദ്ധീകരണത്തിനോ എനിക്ക് യോഗ്യതയില്ല. ഞാൻ ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതും എൻ്റെ ചിന്തകളിൽ കൂടി കടന്നുപോയതുമായ സകല കാര്യങ്ങളും ഏറ്റവും പുറത്തെ ഇരുട്ടിലേക്ക്, നിത്യ നരകത്തിലേക്ക് എന്നെ തള്ളിക്കളയാൻ യോഗ്യതയുള്ളതാണ്. ഈ ലോകത്തെ കോടതി ഒരു കുറ്റവാളിയെ ശിക്ഷ വിധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്ന ആ കോടതിയിൽ ഒരു കുറ്റവാളിയെ, സകല കുറ്റവും തെളിയിക്കപ്പെട്ടവനെ കുറ്റവിമുക്തനായി മാറ്റി നിർത്തുകയാണ്. തൻ്റെ രക്തത്താൽ കഴുകുമ്പോൾ ആ നീതിയുടെ വസ്ത്രം അവനെ ധരിച്ചു കഴിയുമ്പോൾ അവൻ വിശുദ്ധനായി തീരുന്നു.
പിതാവിൻ്റെ മുമ്പിൽ രാജ്യവും പുരോഹിതന്മാരും ആയിത്തീരുന്നു. അതാണ് ആ കരുണ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ കരുണ ലഭിച്ച ഒരു വിശ്വാസി തൻ്റെ ജീവിതം ഇനി മുതൽ കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും, ഒരിക്കലും ഇനി പഴയതിലേക്ക് പോവുകയില്ല എന്ന തീരുമാനത്തോടെ അവൻ ഏറ്റു പറയുമ്പോൾ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൻ്റെ ജീവിതത്തിൽ തുടർന്നുള്ള നാളുകളിൽ പരീക്ഷ ഘട്ടങ്ങൾ വരുമ്പോൾ, പരിശോധനകൾ വരുമ്പോൾ അവൻ ആശ്രയിക്കാനുള്ള ഒരിടമാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം. ആ രക്തം അവനെ സകല ദുഷ്ടതയിൽ നിന്നും പരിപാലിക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം വായിക്കുന്നു, യേശുക്രിസ്തുവിന് ഒരു കാന്തയെ വേണം. അതിനുവേണ്ടിയാണ് യേശുക്രിസ്തു യാഗമായി തീർന്നത്. നമ്മുടെ പാപങ്ങളെ നീക്കുവാൻ രക്തയാഗമായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതിനാലാണ് അവൻ മണവാളനാവാൻ യോഗ്യതയായത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് ആ രക്ഷാനായകനെ കഷ്ടങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു എന്ന്. കഷ്ടങ്ങളാൽ തികഞ്ഞവനായി ക്രൂശിൽ താൻ ചൊരിഞ്ഞ രക്തത്താൽ താനേറ്റ അടിപ്പിണരുകളാൽ അവൻ മണവാളനാവാൻ യോഗ്യനായി തീർന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ കർത്താവിന് മഹത്വം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 58-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, റിബേക്കയെ അവളുടെ കുടുംബത്തിൽ സഹോദരനും മാതാപിതാക്കളും വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ ഈ പുരുഷനോടുകൂടെ പോകുന്നുവോ എന്ന്. അബ്രഹാം പിതാവ് തൻ്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഒരു പെൺകുട്ടിയെ തേടാൻ തൻ്റെ കാര്യസ്ഥനായ എലയാസറിനെ പറഞ്ഞയക്കുകയാണ്. എലയാസർ ദൂരെ യാത്ര ചെയ്ത് ആ ഭവനത്തിൽ ചെന്ന് ആ റിബേക്കയെ കണ്ടെത്തി. ഇസഹാക്കിനെക്കുറിച്ചുള്ള വർണ്ണനകളെല്ലാം കേട്ടപ്പോൾ അവൾ ഹൃദയത്തിൽ തീരുമാനിച്ചു, ഞാൻ ഈ പുരുഷനോടുകൂടെ പോകും, അവൻ്റെ മണവാട്ടിയായി തീരുമെന്ന്. അവൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒരു 10 ദിവസം കൂടി ബാല ഞങ്ങളോടുകൂടെ താമസിക്കട്ടെ എന്ന് പറയുമ്പോഴും ഈ എലയാസർ ഇന്ന് തന്നെ തിടുക്കപ്പെട്ട് പോകണമെന്ന് ചോദിക്കുമ്പോൾ തൻ്റെ സഹോദരൻ ചോദിച്ചു, നീ ഈ പുരുഷനോടുകൂടെ പോകുന്നുവോ എന്ന്. അവൾക്കൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അവൾ ഉടനെ മറുപടി പറഞ്ഞു, അതെ, ഞാൻ ഈ പുരുഷനോടുകൂടെ പോകുന്നു എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. അവൾ അന്ന് തന്നെ തീരുമാനമെടുത്തു. നാം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ഓർക്കണം, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കിലേക്ക് വരികയാണ്. ഈ ക്രൂശിൽ മണവാളനായി തീർന്നവനെക്കുറിച്ച് നമ്മെ വർണ്ണിച്ച് കേൾപ്പിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവിന് മഹത്വം. അവനേറ്റ അടിപ്പിണരുകൾ. നമുക്കറിയാം, മരുഭൂമിയിൽ കഷ്ടതകളിൽ കൂടെ കടത്തിവിട്ട് പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി ദൈവം മോശയെ ഒരുക്കി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കുരിശിൽ താൻ അനുഭവിച്ച കഷ്ടതകളിലൂടെ കടത്തിവിട്ട് യേശുക്രിസ്തുവിനെയും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി ദൈവം തീർത്തു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ്റെ അടിപ്പിണരുകളിൽ ഒളിപ്പിച്ചു വെച്ചൊരു കാര്യമുണ്ട്. അത് ആത്മാവിൻ്റെ രോഗസൗഖ്യമാണ്. നമുക്കറിയാം, ഈ ഭൂമിയിലെ അനേകം മരുന്നുകളെല്ലാം ഈ ശരീരത്തിൻ്റെ രോഗങ്ങളെ മാറ്റുന്നതാണ്. എന്നാൽ ആത്മാവിന് ബാധിച്ചിരിക്കുന്ന രോഗങ്ങളെ മാറ്റുവാൻ ഈ ലോകത്തിലെ ഒരു മരുന്നിനും ഈ ലോകത്തിലെ ഒരു വൈദ്യന്മാർക്കും സാധിക്കുകയില്ല. അത് സാധിക്കുന്നത് ഹൃദയത്തിൽ വന്നുകൂടുന്ന കയ്പുകൾ, വിദ്വേഷങ്ങൾ, പക, പിണക്കം, ഈ മറ്റുള്ളവരോടുള്ള വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, ഇതെല്ലാം മാറാൻ ഈ ലോകത്തെ ഏതെങ്കിലും മരുന്നിന് കഴിയുമോ? അതിന് കഴിയുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകൾ. ആ അടിപ്പിണരുകളാലാണ് ആ സൗഖ്യം ലഭിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് ഈ ആത്മാവിൻ്റെ രോഗങ്ങൾ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ നിർജീവമായി പോയിരിക്കുന്ന മനസാക്ഷിയുടെ നിർജീവത്വം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടില്ല എങ്കിൽ അവൻ ഒരിക്കലും ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തരുന്നു. ഈ മണവാട്ടി റിബേക്ക തീരുമാനമെടുത്തു, ഞാൻ ഈ പുരുഷനോടുകൂടെ പോകുന്നു എന്ന്. അവൻ ആ മരുഭൂമിയിലൂടെ അവളെ നയിച്ചു കൊണ്ടുപോയി. നമുക്കറിയാം, അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 63-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു. അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് കാലത്തിൻ്റെ വൈകുന്നേരമായിരിക്കുന്നു. മണവാളനായ യേശുക്രിസ്തു മണവാട്ടിയെ തേടുവാൻ മധ്യാകാശത്തിൽ വരുന്ന സമയമായിരിക്കുന്നു. ആർക്കെല്ലാം ആഗ്രഹമുണ്ട്, എനിക്കും പോകണം ഈ മണവാളനോടൊപ്പം അവൻ്റെ രാജ്യത്തിലേക്ക്, ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക്. പിതാവിന് ദൈവത്തിൻ്റെ മുമ്പിൽ എന്നെ രാജ്യവും പുരോഹിതനുമാക്കി തീർക്കുവാൻ എന്നെ സ്നേഹിച്ച് തൻ്റെ രക്തത്താൽ എന്നെ വിടുവിച്ച് പിതാവിൻ്റെ മുമ്പിൽ എന്നെ നിഷ്കളങ്കനായി നിർത്തിയ ഈ മണവാളനോടൊപ്പം പോകുവാൻ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നുവെന്ന് ആരെല്ലാം ആഗ്രഹിക്കുന്നു, ഏതെല്ലാം അവസ്ഥയിലിരിക്കുന്നവർ ആഗ്രഹിക്കുന്നു, കരുണയുള്ള ദൈവമേ,
എന്നെ ഒന്ന് നോക്കണമേ. നീ ആ കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നീ ഒരു മഹാപുരോഹിതനായി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എനിക്ക് വേണ്ടി മധ്യസ്ഥനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്ന് ഞാൻ എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇനി ആയുസ്സിൽ ഒരിക്കലും ഞാൻ പിശാചിന് ഇടം കൊടുക്കുകയില്ല. സാത്താനെ അവൻ്റെ സകല സൈന്യത്തെയും ഞാൻ ഉപേക്ഷിക്കുന്നു. മശിഹാ തമ്പുരാനെ, നിന്നെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. യേശുവേ, അവിടെ നിന്ന് എന്നെ ഏറ്റെടുക്കണമേ. അവിടെ നിന്ന് എൻ്റെ ക്രിസ്തുവായി എൻ്റെ ഹൃദയത്തിലേക്ക് വരയണമേ. നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. ഇന്നു മുതൽ ഞാൻ നിൻ്റെ മാത്രം വക. നിന്നോട് ചേരുവാൻ കർത്താവെ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. യേശുക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ. തൻ്റെ രക്തത്താൽ കഴുകി നമ്മെ ശുദ്ധീകരിക്കട്ടെ. യേശുവിനോട് ചേരുവാൻ, അവൻ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ അവൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ പ്രാർത്ഥനയോടെ നമുക്കിരിക്കാം. കർത്താവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം.